ഹായ്, ഇന്നുണ്ടല്ല നിങ്ങൾക്ക് ചെറിയൊരു സംഭവം കാണിച്ചു തരാം. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് വെച്ചൊരു ചെറിയ പരിപാടിയാണ്. നമ്മുടെ ഷോപ്പിൽ സൂചിയറുള്ളത് നിങ്ങളറിയാലോ. അപ്പോൾ ഈ സൂചിയറുത്ത സാധനം ആദ്യം ഞാൻ വാങ്ങിയതാണ്, പക്ഷേ അത് വലിയ നിലവാരം പോരാ. ആ സമയത്താണ് ചെറുപ്പത്തിൽ എൻ്റെ കുറച്ച് ഓർമ്മയിൽ ഞാനൊരു സംഭവമാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിനി, എന്നാലും ഇപ്രാവശ്യം കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഈർക്കിളിയാണ്, ഇത് മുട്ടുസൂചിയാണ്, പിന്നെ കുറച്ച് റബ്ബർ ബാൻഡും ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് പരിപാടിയാണ്. ഇത് കണ്ട 4 ഈർക്കണി ഇതുപോലെ സെറ്റാക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു സൂചി കയറ്റുക. അതിനുശേഷം ബാക്ക് ഭാഗവും ഇതുപോലെ റബ്ബർ ഇട്ട്, എന്നിട്ട് ഈ ഫിലിം ഉണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ 2 എണ്ണം മടക്കിയിട്ടങ്ങ് കയറ്റി കൊടുക്കുക. അതിനുശേഷം ഈ ബാക്ക് ഭാഗത്ത് സപ്പോർട്ടിന് അവിടെ റബ്ബർ ബാൻഡ് ചുറ്റി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു കോലത്തിലിട്ടും. അതിനുശേഷം ഈ മുട്ടുസൂചി ഉണ്ട്, ഇത് ഫ്രണ്ട് ഭാഗം വെയിറ്റ് വരാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ടുസൂചി ഇങ്ങനെ കയറ്റി സെറ്റാക്കുന്നത്. അത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം റബ്ബർ ബാൻഡ് ഇതുപോലെ നീട്ടത്തിൽ കോത്തിട്ടാകുമ്പോണ്ടല്ല. റബ്ബർ ബാൻഡ് ഇതുപോലെ കോർക്കാൻ അറിയാത്താൾ നമ്മളെ ഷോപ്പിലുണ്ട് കേട്ടോ. ഇതുപോലെ ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കോത്ത് ഇതുപോലെ നീട്ടത്തിലാക്കുക. അതിനുശേഷം ഇതുപോലെ അങ്ങ് നീട്ടത്തിലങ്ങ് ചുറ്റിക്കൂടുക. നോക്കിയിട്ട് അത് മുഴുവൻ ഈർക്കിൽ മുഴുവൻ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. നല്ല കളർ, ഒരേ കളറുള്ള റബ്ബർ ഇതുപോലെ നല്ല ചുറ്റി ടൈറ്റാക്കി നല്ല സെറ്റായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെ സുന്ദര സംഭവമായി മാറുക. ഇനിയുണ്ടല്ലോ ഇതിൻ്റെ ബാക്കിൽ റബ്ബർ ബാൻഡ് ഊരി പോകുന്നതായിട്ട് ഇതുപോലെ ഒരു മുട്ട് സൂചി കൂടി അവിടെ അങ്ങ് അടിച്ചു കൊടുത്താൽ സംഗതി സെറ്റായിട്ടാ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഈ ഫിലിം ഉണ്ടല്ലോ ഇതുപോലെ നല്ല സ്റ്റൈലിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സാധനം എറിഞ്ഞാൽ നല്ല സ്റ്റൈലിൽ കറക്റ്റ് ആംഗിളിൽ പോയിട്ട് അടത്തറിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ സൂചി എറിയുന്ന സംഭവം ഉണ്ടാക്കുന്ന രീതി കേട്ടോ. ഏതായാലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവമല്ലേ, അപ്പോൾ ഇതിൻ്റെ ആദ്യ ഉദ്ഘാടനം ഞാൻ തന്നെ ചെയ്യാമെന്ന് വെച്ചേ. നോക്കിയട്ടെ, നമ്മൾ എറിയേണ്ട സംഗതി ആ ഭാഗത്തുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങ് എറിയേ പോകണ്ടേ. ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ എറിഞ്ഞിട്ടുണ്ട്, പക്ഷേ മിക്ക ആൾക്കാരും കൊള്ളലില്ല. അപ്പോൾ എൻ്റെ എറി നിങ്ങൾ ലൈവായിട്ട് കണ്ടോ. ഇതിൽ തട്ടിപ്പില്ല വെട്ടിപ്പില്ല. ലൈവ് സാധനമാണ്. ഞാൻ 2ാമത്തത് എറിഞ്ഞ് 3ാമത്തത് എറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കൊണ്ട സ്ഥലം നിങ്ങൾ നോക്കിയട്ടെ. കറക്റ്റ് നടുക്ക് കൊണ്ടില്ലേ. മിക്ക ആൾക്കാരും പറയൂ ഇതിൻ്റെ നടുക്ക് കൊള്ളൂല, ഇത് തട്ടിപ്പാന്നെല്ലാം പറയുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാനിതാ എറിഞ്ഞ് കറക്റ്റ് നടുക്കിലെ ആ ബ്ലാക്കിൻ്റെ ചെറിയ സൈഡിലെങ്കിലും ആ ബ്ലാക്കിന് കൊണ്ടിട്ടുണ്ട് കേട്ടാ. ഇനി അടുത്തത് നമ്മളിതാ സ്റ്റാഫിൻ്റെ ഊഴാണ്. നമ്മളെ മാനേജറാണ് ആദ്യം അറിയുന്നത്. മാനേജർ നോക്കിയാൽ വളരെ സൂക്ഷിച്ചാന്ന് കയറി കേട്ടാ. പക്ഷേങ്കിൽ നോക്കിയട്ടെ സംഗതി നടുക്ക് കൊണ്ടിട്ടില്ല, സൈഡിലാവണ്ടേ. അടുത്ത ഷബീറാണ് എറി. നോക്കിയിട്ടാ ഷബീർ വളരെ ശ്രദ്ധയോടെ എറിഞ്ഞതാ ഫസ്റ്റ് തന്നെ ഏടിയെ കൊണ്ടിട്ടുണ്ട്. എല്ലാവരും കൈമുട്ടുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ഏറും കഴിഞ്ഞ് 3ാമത്തെ ഏറും കണ്ടോ. അപ്പോൾ ഏടിയെ കൊള്ളിച്ച് നോക്കേട്ടാ. ഷബീർ നോക്കിയാൽ കറക്റ്റ് ഉള്ളിലെ റെഡിലാണ്, നടുക്കെല്ലാം കൊള്ളിച്ച്, സൈഡിലാണ് കൊള്ളിച്ച്. അപ്പോൾ ഇനി ശാലിനീൻ്റെ കൂടാന്നേ. ശാലിനി ഇത് അത്യാവശ്യം ദിവസം എറിയലുണ്ട്, എറിഞ്ഞൊരു പ്രാക്ടീസെല്ലാം ഉണ്ട് ഇടുന്ന കേട്ടാ. അതുകൊണ്ട് ചിലപ്പം കൊള്ളിച്ചളയുന്നതെന്ന് എൻ്റെ ഒരു സംശയം. എറിഞ്ഞിട്ടുണ്ട് ശാലിനി. എല്ലാവരും കൈമുട്ടി നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇല്ല, വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് മിസ് കേട്ടാ. ആ റെഡ് കൊണ്ടിട്ടില്ല, സൈഡിലായി കൊണ്ടിട്ടുള്ള. ശാലിനി എന്തായാലും ഹാപ്പി, അത്രയും കായലെന്നുള്ള സന്തോഷമുണ്ട്. അടുത്ത വർഷൻ്റെ ഏറാന്നേ. ഇതിൽ സത്യം പറഞ്ഞാൽ കൊള്ളിക്കലുണ്ടല്ല, നമ്മൾ കൊള്ളിക്കണമെന്ന് തീരുമാനിക്കണം. നമ്മളാ മനസ്സിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയാണ് ഇതിൽ പ്രധാനം കേട്ടാ. അത് തീരുമാനിച്ചെറിഞ്ഞാൽ കൊള്ളും. അത് എന്ത് കാര്യത്തിലതാണ് ആവൂലെന്ന് വെച്ച് നമ്മൾ ചെയ്താൽ എപ്പം പരാജയപ്പെടും. അവൾ എറിയുമ്പോൾ ആവില്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നോക്കിയട്ടെ, അതിൻ്റെ 4 അയലത്ത് വന്നിട്ടില്ല, ദൂരെയുള്ള വർഷക്ക് നല്ല സങ്കടമുണ്ട് കേട്ടാ. അടുത്തത് നമ്മൾ വിജേഷാന്ന് അറിയുന്നത്. വിജേഷ് കൊള്ളിക്കുന്നില്ല എന്ന് പറഞ്ഞേ. ഒരു തരം ഏറാനേ, 1 2 3ാമത്തെ ഒരു എറിഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒന്നും കൊണ്ടിട്ടില്ല. എല്ലാവരും വരെ കളിയാക്കുന്നുണ്ടാ, ഇങ്ങനെ എറിയില്ല പറ്റും. നോക്കിയാട്ടെ, അടുത്തേ പോയിട്ടില്ല. നമ്മളെ കേരളം കഴിഞ്ഞപ്പോണ്ടല്ല ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോട് എറിയാൻ പറഞ്ഞേ. ഓറ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓർ പറഞ്ഞ് എറിഞ്ഞാൽ ചിലപ്പോൾ കൊള്ളാൻ ചാൻസ് ഇല്ല, കയ്യിൽ റൈഫിളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്താൽ കറക്റ്റ് കൊള്ളുന്ന അത് ഓറ് പറഞ്ഞേ. പക്ഷേങ്കിൽ ഓറ് എറിഞ്ഞിന് ശ്രമിച്ചിന്, പക്ഷേങ്കിൽ ഇല്ല. ഓറ് പറഞ്ഞ പോലെ തന്നെ ഓരോ കയ്യിൽ തോക്കാണെങ്കിൽ ചിലപ്പം പിടിവെച്ച് ഉള്ളിലേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ല നമ്മളെ സൂചി എറിയുന്ന സാധനം ഉണ്ടാക്കലും പിന്നെ ഇതിൽ എറിഞ്ഞ് കൊള്ളിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്തായാലും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.